ജപ്പാനിലെ ആദ്യ വനിതാ പ്രധാനമന്ത്രിയായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ് ഭരണകക്ഷിയായ ലിബറൽ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ നേതാവായ 64-കാരി സനെ തകായിച്ചി. ലിബറൽ പ്രതിപക്ഷമായ കോൺസ്റ്റിറ്റ്യൂഷണൽ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ നേതാവായ യോഷിഹിക്കോ നോഡയെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടത്. ജൂലൈയിൽ ലിബറൽ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് തോൽവിയെ തുടർന്ന് 3 മാസത്തെ രാഷ്ട്രീയ അനിശ്ചിതത്വവും തർക്കവും അവസാനിപ്പിച്ചുകൊണ്ടാണ് ഷിഗെരു ഇഷിബയ്ക്ക് പകരക്കാരിയായി തകായിച്ചി എത്തുന്നത്. പ്രധാനമന്ത്രിയായി 1 വർഷം മാത്രമാണ് ഇഷിബ തുടർന്നത്. ഇതിനു പിന്നാലെ മന്ത്രിസഭ രാജിവെച്ചു. ഗവൺമെന്റിൽ സ്ത്രീകൾക്ക് പ്രാതിനിധ്യം വളരെ കുറവുള്ള ഒരു രാജ്യത്ത് തകായിച്ചിയുടെ തെരഞ്ഞെടുപ്പ് ഒരു നാഴികക്കല്ലാണെങ്കിലും ദുർബലമായ ഒരു സഖ്യത്തോടെയാണ് തകായിച്ചി അധികാരത്തിലെത്തുന്നത്. തകായിച്ചി ഉൾപ്പെടുന്ന അവരുടെ സഖ്യത്തിന് ഇപ്പോഴും പാർലമെന്റിന്റെ ഇരുസഭകളിലും ഭൂരിപക്ഷമില്ല. ഏതെങ്കിലും നിയമനിർമ്മാണം പാസാക്കാൻ മറ്റ് പ്രതിപക്ഷ ഗ്രൂപ്പുകളെ ആശ്രയിക്കേണ്ട സാഹചര്യവും നിലനിൽക്കുന്നു. അടുത്തയാഴ്ച പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സന്ദർശനം ഉൾപ്പെടെയുള്ള നിരവധി അടിയന്തര വെല്ലുവിളികളും നേരിടുന്നുണ്ട്. മരണപ്പെട്ട മുൻ പ്രധാനമന്ത്രി ഷിൻസോ ആബെയുടെ ശിഷ്യയായ തകായിച്ചി സ്വവർഗ വിവാഹത്തെ എതിർക്കുന്നു. വിവാഹിതരായ ദമ്പതികൾക്ക് പിരിയുമ്പോൾ പ്രത്യേക കുടുംബപ്പേരുകൾ അനുവദിക്കുന്നതിനെ എതിർക്കുന്നു. തീവ്ര ദേശീയ നിലപാടുകൾക്കൊപ്പം സഞ്ചരിക്കുന്നു എന്നീ നിലകളിലും അറിയപ്പെടുന്ന വ്യക്തിയാണ്. ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കേന ന്യൂസ്.